السلام عليكم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണം അത് വളരെ ഭംഗിയായ നിലയിലായിരിക്കണം. അതിൻ്റെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും മര്യാദകളും അനുസരിച്ച് ആയിരിക്കേണ്ടതാണ്. അതൊക്കെ വളരെ വിശദമായി നാം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് ദീർഘം നൽകുക എന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് അഹ്കാമുൻ നൂനി സാക്കിന ഉത്തൻവീൻ, അഹ്കാമുൽ മീമി സാക്കിന, അന്നൂനു വൽ മീമുൽ മുഷദ്ദദതാൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാം വിശദമായി മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി വിവരിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ പുസ്തകം എല്ലാവരും ഓരോ ഭാഗവും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ക്ലാസ് കേൾക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം അത് ഉപകാരപ്പെടുന്നതാണ്. നാം ഇനി പഠിക്കുവാൻ പോകുന്നത് അൽ മദ്ദു വൽ ഖസ്ർ, ദീർഘിപ്പിക്കുക, ചുരുക്കുക, നീട്ടുക, ചുരുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം നീട്ടിയായിരുന്നു, ദീർഘം നൽകിക്കൊണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മദ് എന്നാൽ നീട്ടുക, മദ്ദ യമുദ്ദു മദ്ദൻ. അതിൻ്റെ നേർ വിപരീതമാണ് ഖസ്ർ, ഖസറ യഖ്സുറു. ഖസ്ർ എന്നാൽ ചുരുക്കുക, ഭാഷയിൽ അതിനെ തടഞ്ഞു വെക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് മദ് എന്നാൽ പ്രത്യേകമായ കാരണത്താൽ ദീർഘാക്ഷരങ്ങൾ നമുക്കറിയാം, അലിഫ് വാവ് യ എന്ന് വെച്ചാൽ ഫത്ഹിന് ശേഷമുള്ള സാക്കിനത്തായ അലിഫും കസ്റിന് ശേഷമുള്ള സാക്കിനത്തായ യാവും ദമ്മിന് ശേഷമുള്ള സാക്കിനത്തായ വാവും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫത്ഹിനെ ദീർഘിപ്പിക്കുന്ന അലിഫ്, ദമ്മിനെ ദീർഘിപ്പിക്കുന്ന വാവ്, കസ്റിനെ ദീർഘിപ്പിക്കുന്ന യാ, ഇങ്ങനെയുള്ള ദീർഘാക്ഷരങ്ങൾ 3 നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ മഖ്റജും നാം മനസ്സിലാക്കി. ഈ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായ ചില കാരണങ്ങൾ വരുമ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കൽ ആവശ്യമായി വരും. എന്നാൽ അത്തരം കാരണങ്ങളില്ലാത്തപ്പോൾ ഖസ്ർ ചെയ്യുക എന്ന് വെച്ചാൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ, മലയാളത്തിൽ പറഞ്ഞാൽ 2 മാത്ര, ഒരക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനാണ് മാത്ര എന്ന് പറയുക. 2 മാത്ര സമയമെടുത്ത് അത്ര മാത്രം ദീർഘം നൽകുക, മതിയാക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദീർഘാക്ഷരങ്ങളെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ മാത്രം മതിയായ ദീർഘം, ആ രൂപത്തിൽ ദീർഘത്തെ ചുരുക്കുക. ഇതാണ് ഖസ്ർ. നൂഹീഹ എന്ന പദം, ഇതിൽ എല്ലാ ദീർഘാക്ഷരങ്ങളും വന്നിട്ടുണ്ട്. വാവ് വന്നിട്ടുണ്ട്, യാ വന്നിട്ടുണ്ട്, അലിഫ് വന്നിട്ടുണ്ട്. ഇപ്രകാരം അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദീർഘാക്ഷരങ്ങൾ നൽകി ദീർഘിപ്പിക്കുക. എന്നാൽ ദീർഘാക്ഷരങ്ങൾക്ക് മാത്രമല്ല ലീനിൻ്റെ അക്ഷരത്തിനും വരാവുന്നതാണ്, വരേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ലീൻ എന്ന് പറഞ്ഞാൽ സാക്കിനത്തായ യാ അല്ലെങ്കിൽ സാക്കിനത്തായ വാവ്, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹ് ഉണ്ടായിരിക്കുക, അകാരം വന്നിട്ടുണ്ടായിരിക്കുക. ഉദാഹരണം ബൈത്ത്, ഖൗഫ് എന്നൊക്കെ പറയുക. ഇവിടെ കൂടുതൽ ദീർഘിപ്പിക്കൽ ആവശ്യമായി വരും. അത് വിശദമായി നമ്മൾ പിന്നീട് പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകമായ കാരണങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ ദീർഘം കൂടുതൽ നൽകേണ്ടി വരും. കാരണങ്ങളില്ലാത്തപ്പോൾ 2 ഹറക്കത്തിൽ മാത്രം ഒതുക്കേണ്ടി വരും ദീർഘത്തെ. ഇതാണ് ഖസ്ർ എന്നതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. ഖസ്ർ എന്നതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം നൽകൽ എന്നതാണ്. ഇത് നാം ഓർത്തു വെക്കണം എപ്പോഴും. ഇനി നമുക്ക് ദീർഘങ്ങളുടെ അഖ്സാമുൽ മദ്ദിലേക്ക് പ്രവേശിക്കാം. ദീർഘങ്ങളുടെ ഇനങ്ങൾ: അൽ മദ്ദുൽ അസ്ലി, രണ്ടാമത്തേത് അൽ മദ്ദുൽ ഫർഇ. അൽ മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ അൽ മദ്ദു തബീഇ എന്നും പറയാം. രണ്ടാമത്തെ ഇനം അൽ മദ്ദുൽ ഫർഇ. തബീഇ എന്ന് പറഞ്ഞാൽ
പ്രകൃതിപരം, സാമാന്യ ദീർഘം എന്നൊക്കെ അർത്ഥം നൽകാം. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകമായ കാരണങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ വെറും 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കുക. ഇതാണ് അസ്ലി അല്ലെങ്കിൽ തബീഇ. അൽ ഫർഇ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദീർഘം ആവശ്യമായി വരുന്ന ദീർഘങ്ങളാണ്. അതിൻ്റെ ഇനങ്ങൾ നാം പിന്നീട് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ തബീഇയായ അല്ലെങ്കിൽ അസ്ലിയായ ദീർഘങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 3 ഇനങ്ങളുണ്ട് അവ എന്ന് മനസ്സിലാക്കണം. അസ്ലി എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം മതിയായ ദീർഘമാണ് സാമാന്യ ദീർഘം. ഇത് 3 ഇനങ്ങളാണ്. ഒന്ന്, എപ്പോഴും വഖഫിലും വസ്ലിലും സ്ഥിരപ്പെട്ടിട്ടുള്ള ദീർഘങ്ങൾ. ഇത് പദത്തിൻ്റെ മധ്യത്തിൽ വരാം, അന്ത്യത്തിലും വരാം. ബിയമീനിഹി, ബിയമീനിഹി അല്ലേ, ബിയമീനി മധ്യത്തിലാണ് യാ വന്നിട്ടുള്ളത്. മാലികി, യൂസീക്കും. ഇവിടെ ഒന്നും അധികം ദീർഘിപ്പിക്കാൻ പാടില്ല, ബിയമീനിഹി പറയില്ല. ഇതൊക്കെ തബീഇയ ദീർഘങ്ങളുടെ ഉദാഹരണങ്ങളാണ്. മധ്യത്തിൽ വന്നതാണ്, പദത്തിൻ്റെ ഇടക്ക് അന്ത്യത്തിൽ വന്നത്. ഖാലു വ ഉംലി വ ദുഹാഹ, അലിഫും വാവും യാവും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ദീർഘം. രണ്ടാമത്തെ ഇനം വഖഫിൽ മാത്രം സ്ഥിരപ്പെട്ട ചില അലിഫുകളാണ്. വഖഫിൽ മാത്രം സ്ഥിരപ്പെട്ട ചില അലിഫുകൾ. അത് 2 രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, തൻവീൻ ബിൽ ഫത്ഹ, മൻസൂബായ പദങ്ങൾ. അലീമൻ ഹകീമ, അലീമ ഹകീമ എന്നൊക്കെ അന്ത്യത്തിൽ അലിഫ് നൽകി ദീർഘം നൽകി വഖഫ് ചെയ്യുക. ഇവിടെ വഖഫിൽ മാത്രമേ ഈ അലിഫ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൽ രണ്ടാമത്തെ വിഭാഗം എന്താണെന്ന് വെച്ചാൽ, അലിഫിന് മുകളിൽ പരിശുദ്ധ ഖുർആനിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ചിഹ്നം നൽകിയിട്ടുണ്ട്, ഒരടയാളം. അത് അത്തരം പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ നൽകപ്പെട്ടിട്ടുള്ളത്. ഈ അലിഫും വഖഫിൽ മാത്രമാണ് ഉണ്ടാവുക, ചേർത്ത് വായനയിൽ ഉണ്ടാവുകയില്ല. സൂറത്തുൽ കഹ്ഫ് 38 ലകിന്ന ഹുവല്ലാഹു റബ്ബി, അവിടെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ലകിന്ന എന്ന് അലിഫ് നൽകി വഖഫ് ചെയ്യണം. വഖഫിൽ ആ അലിഫിനെ ഉച്ചരിക്കണം. സൂറത്തുൽ മുൽക്ക് 26 വ ഇന്നമാ അന നദീറും മുബീൻ, ഇവിടെ വ ഇന്നമാ അന എന്ന് വഖഫിൽ ആ അലിഫ് സ്ഥിരപ്പെടും. അന, ഈ പദം ധാരാളം തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, അന എന്ന പദം. അവിടെയൊക്കെയും ഇത് തന്നെയാണ് ഹുക്മ്. സൂറത്തുൽ അഹ്സാബ് 10, സൂറത്തുൽ അഹ്സാബ് 66, അഹ്സാബ് 67. ഈ വചനങ്ങളുടെ ഒക്കെ അന്ത്യത്തിൽ നമുക്ക് കാണാം ചില അലിഫുകൾ. വതظنون بالله الظنون, ഇതും വഖഫിൽ മാത്രം സ്ഥിരപ്പെട്ട അലിഫാണ്. വഅطعنا الرسول, അതുപോലെ فأضلون السبيل, ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഈ അലിഫ് കളയപ്പെടുന്നതാണ്. സൂറത്തുൽ ഇൻസാൻ 15-ാമത്തെ വചനത്തിൻ്റെ അന്ത്യത്തിലും വഅക്വാബിൻ കാനത് ഖവാരീറ എന്ന് വഖഫിൽ മാത്രം അലിഫ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് മനസ്സിലാക്കുവാനുള്ളത് തബീഇയ ദീർഘങ്ങളുടെ ഇനങ്ങൾ. 2 ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തെ മറ്റൊരു ഇനം വസ്ലിൽ മാത്രം സ്ഥിരപ്പെട്ട അലിഫുകളാണ്, ദീർഘങ്ങൾ. വസ്ലിൽ മാത്രം സ്ഥിരപ്പെട്ട ദീർഘം. അത് ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഇവിടെ എന്താ സംഭവിച്ചത്? ഹ ഉദ്ദമീറിനെയാണ് ദീർഘിപ്പിച്ചത്. ഇന്നഹു, ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇന്ന എന്ന് വഖഫ് ചെയ്യും അല്ലേ. മാലുഹു മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, മാലുഹു എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ്.
ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് മാലുഹു എന്ന് ദീർഘിപ്പിക്കുക. വീണ്ടും ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. ബിഹി എന്ന് യാ നൽകി അവിടെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുന്നു, തബീഇയായ ദീർഘം. ഇത് വസ്ലിലേ ഉണ്ടാവുകയുള്ളൂ, വഖഫിൽ ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ തബീഇയ ദീർഘങ്ങളുടെ ഏതാനും ഇനങ്ങൾ, 3 ഇനങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഇവ മനസ്സിലാക്കുക. ഈ അവസാനത്തിൽ പറഞ്ഞ ഹ ഉദ്ദമീറിൻ്റെ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുസ്സിലത്തി സുഗ്റ. ഹ ഉദ്ദമീറിനെ കുറിച്ച് വിശദമായി പിന്നീട് വരുന്നുണ്ട്. അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.